ഫ്രണ്ടിലാണ് ബ്രേക്ക്, ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ പറഞ്ഞ പോലെ സംഭവം ചേട്ടാ വെല്ലൊക്കെ അടിക്കിങ്ങനെ. അപ്പോൾ നമ്മുടെ ബെല്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ ഓട്ടാൻ പോകും കേട്ടോ. ഇതൊക്കെ നല്ല സെറ്റായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറിയ നോക്കിയ അതിൻ്റെ ഉള്ളിലാണ് ചാർജർ ആ കാണുന്നത്. ഈ സാധനത്തിൻ്റെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹേ ടു സെറ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ചെറിയ കുട്ടി സൈക്കിൾ കണ്ടു. സൈക്കിൾ എന്ന് പറഞ്ഞാൽ സൈക്കിളല്ല ഈ സ്കൂട്ടർ പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നു. ഇവിടെ ഒന്നും ഇപ്പൊ കേരളത്തിലൊന്നും ഇല്ലല്ലോ, ഉണ്ടാകായിരിക്കും. പക്ഷെ നമ്മളൊന്നും ഇവിടെ കണ്ടിട്ടില്ല. സംഭവം നോക്കുമ്പോൾ ഒരു ചേട്ടാ ഇങ്ങനെ വരുന്നു. സ്ഥിരം നമ്മൾ പരിചയമുള്ള ആളുടെയാണ്. സംഭവം ചോദിച്ചപ്പോ സ്കൂട്ടറല്ലേ പറഞ്ഞത്? ഈ സ്കൂട്ടർ പേര് തന്നെ നമുക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്യാം. മൊബൈൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ റെഡ്മിന്റെ അല്ലേ നമുക്ക് മൊബൈലിൽ കൺട്രോൾ ചെയ്താൽ ആർക്കും എടുത്തിട്ട് പോകാനും പറ്റില്ല. പിന്നെ എടുത്തിട്ട് പോയാൽ തന്നെ ഒരു ലൊക്കേഷൻ ഉണ്ട്, അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ പോയി പിടിക്കാം. പാടവിടെ അങ്ങനെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ലോൺ അയക്കാൻ നമുക്ക് ഒത്തിരി വരും. അവിടെ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് എത്ര പൈസ പറഞ്ഞു? 1200 1300 റിയാൽ. 1300 റിയാൽ. നല്ല സാധനം ഉണ്ടാവും. നല്ല സാധനം കൊണ്ടുവരാൻ നമ്മൾ വരുമ്പോ കൊണ്ടുവന്നാൽ മതിയല്ലോ. അയ്യേ അതിനെ പിടിക്കുന്നില്ല. ഇനിയിപ്പോ പിള്ളേർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ പറയാം അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ഫുള്ള് അയച്ചിട്ട് കൊണ്ടുവരാം. സൈക്കിളാണ് പറഞ്ഞ ബാഗിലാക്കിട്ട് വരാം. അപ്പൊ ചേട്ടായി വരാം. നമ്മള് ഈ സാധനം ഞാൻ ഒന്ന് ഓട്ടാൻ പോകണം. എന്തായാലും ഒന്ന് ഓട്ടി നോക്കിയിട്ട് ഞാൻ വിടുള്ളൂ. എന്തായാലും ഓട്ടി നോക്കിയിട്ട് വണ്ടി കൊടുക്കുള്ളൂ. നമുക്ക് പോലെ ഉറപ്പാണ്. എല്ലാവരും ഓട്ടി നോക്കണം. താത്ത ഓട്ടി നോക്കണം. റിയൽമി ഫോൺ പോലെ. റിയൽമിന്റെ ഫോൺ കമ്പനിയില്ലേ, ഷിയോമിന്റെ കമ്പനി. പിന്നെ ഇങ്ങോട്ട് വരുന്ന സംസാരിച്ചോണ്ടിരിക്കുന്നു. ആളുടെ വിശദ വിവരങ്ങൾ നമ്മൾ ചോദിക്കുന്നതാണ് ചേട്ടായിമാരെ. എന്തായാലും നമ്മളിന്ന് നമ്മുടെ ഗൾഫ് സ്കൂട്ടർ അല്ലേ, ഗൾഫ് സ്കൂട്ടർ നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ അയ്യോ അതിന്റെ ടയർ നോക്കിയോ, ചെറിയ ടയറാണ്. ഇതിന് എത്ര റുപ്യ ഉണ്ടോ ഏകദേശം? ഇതിന് അവിടെ 1200 1200 റിയാൽ വരുമ്പോ ഇവിടെ 30 റുപ്യന്റെ അടുത്ത്. അത്രേ വരുള്ളൂ. ഞാൻ അതിലും കൂടുതൽ വരും വിചാരിച്ചു. ഇത് ബാറ്ററിയാണ് എക്സ്പെൻസ്. ബാറ്ററി ആണില്ലേ? അല്ല ഞാന് മിക്ക പറഞ്ഞ 30 രൂപ വരും പറഞ്ഞപ്പോ സ്റ്റാർട്ടിങ് ഇതാ. അത് ഒന്ന് തള്ളിയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യണം. ഒന്ന് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്താൽ ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ വീഴില്ലേ? നമ്മുടെ ഒക്കെ ചവിട്ടി നോക്ക്. നിങ്ങൾ ഒരു കാരണം കഴിക്കട്ടെ. നമ്മുടെ ഒക്കെ ചവിട്ടാൻ പോവാണ്. നമ്മുടെ SS തുണിക്കടയില് നമ്മുടെ ഇക്ക ചവിട്ടാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും ചവിട്ടി നോക്കും. ഉറപ്പാണ്. നല്ല ചവിട്ടി നോട്ടെ. ഇല്ല കാലൊന്നും കുഴപ്പമില്ല. ഈ എല്ലാം പോയിട്ട് വാ. ബാക്കിലിതാ ബ്രേക്ക് ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടാ. ആള് ചടാന്ന് പോണ്ട്. സംഭവം സെറ്റ് പോയി. കുറച്ചുപേരും കൂടി പോയിട്ട് വാൻ വരുന്നുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ. നേരെ പോട്ടെ. രാത്രി സൈക്കിൾ ഓട്ടി പഠിച്ചപ്പോൾ ശരി മെല്ലെ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് മെല്ലെ പോയാൽ മതി. ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് പൊക്കോ, ഓടിക്കോ. ബ്രേക്ക് പിടിക്കണോ? ഓ ബ്രേക്ക് പിടിച്ചടാ. അപ്പൊ നമ്മുടെ ചെറുത് റൗണ്ട് അടിച്ചിട്ട് വന്നിരിക്കാണ്. അല്ല പോടാ. ഓ ബ്രേക്ക് ഉണ്ട് ഇതിന്റെ സെറ്റപ്പ് അല്ല. ഇത് വണ്ടി അങ്ങനെ നമ്മളാരും കണ്ടില്ലല്ലോ. അപ്പൊ ഇതിന്റെ സെറ്റപ്പ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈൽ ഓൺ ആക്കാം. എവിടെ മൊബൈൽ ഓൺ ആയി ലൈറ്റ്. മൊബൈലിൽ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാന്നാ പറഞ്ഞത്. അപ്പൊ ഇത് കള്ളന്മാര് കണ്ടിട്ട് പോയാലും ഒരു രക്ഷയില്ലാത്തൊരു അവസ്ഥയാണ്. സ്പീഡ് സെറ്റ് ചെയ്യാല്ലേ? സ്പീഡൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് കേട്ടോ. ഫ്രണ്ടില് എത്ര കിലോമീറ്റർ ഓടുന്നു? 45 കിലോമീറ്റർ. 45 കിലോമീറ്റർ. ഇവിടെ നോക്ക് 35 കൂട്ടതാ 36. ഇതില് നമ്മൾ കൂട്ടിയിട്ട് അങ്ങനെ വണ്ടി കയറുന്ന നോർമൽ. ഇത് സ്പോർട്സ് മോഡാണ്. അത് 47 കിലോമീറ്റർ സ്പീഡ് വരും. അതെയാ. ഇനി എക്കോ സാധാ അത്യാവശ്യം നമുക്ക് സിംഗിൾ ആയിട്ട് അവിടെ എവിടെയും കടക്കി പോകാനൊക്കെ അടിപൊളി അല്ലേ? ലോങ് പോയില്ലെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം എവിടേക്ക് വേണമെങ്കിൽ പോവാം. സെറ്റപ്പ് സ്പീഡ് കൺട്രോളിംഗ് ഉണ്ട്. ക്രൂയിസ് കൺട്രോൾ. ഏകദേശം ചേട്ടായിമാരെ നമ്മുടെ ഗൾഫ് കേരളത്തില് 30,000 രൂപ വരും. അത്രയല്ലേ ഉള്ളൂ. ഇതിനെ കുറിച്ച്
വിശദ വിവരങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മുടെ ഏട്ടായാണ്. അപ്പോൾ ഇതിൻ്റെ ആളെ ഓട്ടുന്നതുകൊണ്ട് ആൾക്ക് അറിയുള്ളൂ. ഇവിടെ വെളിച്ചം വരില്ല, ഇങ്ങോട്ട് വാ. എന്തിനു വെളിച്ചം? ഇവിടെ ഇങ്ങനെ മല പോലെ കിടക്കുന്ന സമയത്ത് പുള്ളിക്കാരനാണ് ഇതിൻ്റെ വിശദ വിവരങ്ങൾ അറിയുള്ളൂ. പുള്ളിക്കാരനാണ് ഓട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഇതിൻ്റെ വിശദ വിവരങ്ങൾ എനിക്ക് വൃത്തിയായിട്ട് നമ്മുടെ ചേട്ടായ്മേക്കൊന്ന് പറഞ്ഞു. വിശദ വിവരം എന്ന് പറയാൻ ഇത് റിയൽമിൻ്റെ ഈ സ്കൂട്ടറാണ്. അതായത് ഇവിടെ ഇറങ്ങിയിട്ടില്ല, ഇപ്പൊ ഉണ്ടോന്നുള്ള അറിയില്ല കേട്ടോ. ഇവിടെ ഇല്ല, വിദേശത്തുനിന്ന് കൊണ്ടുവന്നായിരിക്കും. ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. വിദേശത്ത് കൊണ്ടുവന്നല്ലേ? വിദേശത്ത് കൊണ്ടുവന്നാണ്. നമ്മുടെ ഇവിടെ ഇവിടെയൊന്നുമില്ല, ഇന്ത്യയിലില്ല. പിന്നെ ഇറക്കിയിട്ടില്ല, കാരണം അപകടത്തിന്റെ ഇതുള്ള പ്രശ്നം. അവിടെ ഓട്ടണമെങ്കിൽ നമുക്ക് മറ്റേ ജാക്കറ്റ് ഒക്കെ ഇടണം. ഇത് റിഫ്ലക്ഷൻ രാത്രി ഓട്ടാൻ. കാരണം രാത്രി ഓട്ടുമ്പോ വണ്ടികൾക്ക് അറിയാൻ വേണ്ടിട്ട്. മറ്റേ അല്ലാതെ പറ്റില്ല. അല്ലെങ്കിൽ പകലോട്ടാ. രാത്രി ആകുമ്പോ അത് വേണം. അല്ലെങ്കിൽ വണ്ടി ബാക്കിൽ അടക്ക പോലെ സൈഡായിട്ട് ഞാൻ ഹരിശ്രീ ബസ്സിലെ ഡ്രൈവറാണ്. നമ്മുടെ ഇതിൽ കൂടെ പോണത് നമ്മുടെ ഹരിശ്രീ ബസ്സില് ഡ്രൈവർ തന്നെയാണ്. സംസാരിക്കാനും കൂടി കിട്ടുന്നില്ല. അല്ല ഇവിടെയുള്ള ആളുണ്ട്. അപ്പൊ നിങ്ങൾ അതിൽ എത്ര പോടാം? ഞാനിവിടെ വന്നിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു 4 മാസം 5 മാസം 4 മാസമായിട്ടുള്ളൂ. പുള്ളിക്കാരൻ അവിടെ നിന്ന് മെല്ലെ ഇക്ക വന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ 2 റൗണ്ട് അടിച്ചു പോരാന്ന് പറഞ്ഞിട്ട് ചെക്കനെ കാണിച്ചു കൊടുക്കാൻ പോയിരിക്കുന്നു. ചെക്കൻ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ, ഇപ്പൊ മേടിക്കണം പറഞ്ഞത്. ഇതിനിടയിൽ കൂടെ ഗ്യാപ്പിൽ ഞാനൊന്ന് ഓട്ടി നോക്കാൻ പോകണം കേട്ടോ. നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ നെല്ലൊക്കെ അടിച്ചിട്ട് നമ്മൾ ഓട്ടാൻ പോകും. 1 മിനിറ്റ് ഇതെല്ലാം പറഞ്ഞു സ്റ്റാർട്ടിങ് ചെറിയ കുഞ്ഞു സൈക്കിള് ഞാൻ വീഴൂടപ്പോ. ഞാൻ ആദ്യം വീഴുമെന്ന് പറയാൻ പറ്റില്ലേ? ഇത് ലെവൽ ലെവറിന് വീഴും ഇല്ലേ? അപ്പൊ നമ്മൾ തിരിക്കാൻ പോവാണ്. ഇത് ലെവൽ ലെവറിന് നമ്മൾ ഉറപ്പായിട്ട് വീഴും. ഗൾഫിൽ ഓടണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയല്ല പറഞ്ഞ വീഴും. ലൈറ്റും കാര്യങ്ങളൊന്നും ഇടാൻ സമയം കിട്ടിയില്ല. ചേട്ടാ ഏടാന്ന് വെട്ടുണ്ട്. ആദ്യമായിട്ടായതുകൊണ്ട് ചിലപ്പോ അങ്ങനെയല്ല, അതൊരു ഭയം കിട്ടിയില്ല പറഞ്ഞാൽ ചിലപ്പോൾ വീഴും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പീരിയൻസ് അല്ലേ. ആള് സിമ്പിളായിട്ട് പോയി. അതാ പോയി ആള് സിമ്പിളായിട്ട് പോയി. ചിരിച്ചും കൊണ്ട് വരുന്നത് നമുക്ക് കേട്ടണ്ടേ അല്ലേ? ആള് ഫുള്ളായിട്ട് പരിശീലനം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ബാലൻസ് കിട്ടിയാൽ ഓക്കെ സുഖമായിട്ട് വന്ന് നിൽക്കാം. അല്ലെങ്കിൽ 40 കിലോമീറ്റർ ഉള്ളൂ. 40 കിലോമീറ്റർ നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ അത്രയും കപ്പാസിറ്റി ഉണ്ട് ബാറ്ററി. മറ്റേ ഈ സ്കൂട്ടറാണ്, മറ്റേ സ്കൂട്ടർ ചാർജ് ചെയ്യാം. ഇതാണ് ചാർജർ. നീളത്തിൽ ഇതിന്റെ അടിയിൽ ബാറ്ററിന്റെ സ്റ്റാൻഡൊക്കെ നോക്കും. പണ്ട് സെറ്റപ്പ് അയ്യോ അടിപൊളിയായിട്ട്. ബ്രേക്ക് ഇത് ബ്രേക്ക് അല്ലേ? ഇത് നോക്ക്, ലൈറ്റ് നോക്കിയ അടിപൊളിയായിട്ട് സംഭവം. ഈ സ്കൂട്ടർ കണ്ടിട്ട് ആശ തീർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവന്മാര് ഭയങ്കര കാര്യമായിട്ട് വെച്ച് സ്കൂട്ടർ എവിടെ സ്കൂട്ടറിന്റെ തണ്ടേ കാണില്ല. ഈശ്വര തപ്പി നോക്കണം. പക്ഷെ സംഭവം നല്ല സെറ്റാണ്. ചെറിയ ഹെഡ്ലൈറ്റ്, കുഞ്ഞ് ഇതാണ്ടോ കുഞ്ഞ് ബെല്ല്. ഇതെന്താ സാധനം? ഇതെന്താണോ പോലെ എന്താണെന്ന് അറിയില്ല. ഇനി നമ്മൾ പൊട്ടിക്കേണ്ട എന്തായാലും. ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ കേട്ടോ. ഇത് ഈ സാധനത്തിൻ്റെ ഇത് ആക്സിലേറ്റർ, ഇത് മീറ്റർ, ഇത് മൊബൈലിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇതെന്താണെന്ന് നമുക്ക് അറിയില്ല. ഇപ്പോൾ വന്നിട്ട് ചോദിക്കാം. ഇത് ബെല്ല്, അതുപോലെ ലൈറ്റ്, ഇതൊക്കെ നല്ല സെറ്റായിട്ട് കാണാം. കത്തി നമ്മുടെ ചെറുത്. ഓ ഇത് എയറാണ്. ഈശ്വര എയർ അടിക്കുന്നതാണ് കേട്ടോ സംഭവം. ട്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ ഇല്ലടാ ചെറുതെ അല്ലേ? എയർ അടിക്കുന്ന ചെറിയതാണ്. ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. പിന്നെ ഇത് ഡിസ്ക് ബ്രേക്കിൽ സെറ്റ് ചെയ്തിരിക്കണം മൊത്തം. അടിപൊളിയായിട്ട് സംഭവം. പിന്നെ ഇത് കത്തുമോ? ഇത് കത്തില്ല. അത് നമ്മളെ വേറെ വണ്ടികൾ വരുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടുള്ള മഞ്ഞ ഇതാണ്. ആകെ ഒരു കേബിൾ വരെ ഉള്ളൂ കേട്ടോ സാധനത്തിൽ. സ്റ്റാൻഡ് നോക്കിയാൽ നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂട്ടർ പോലെ. ഇതെന്താ സാധനം? അത് ചാർജർ. ഇതിൻ്റെ ഉള്ളിൽ ചാർജർ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. അവിടെ അതിൻ്റെ ഉള്ളിലാണ് ചാർജർ ആ കാണുന്നത് ഈ സാധനത്തിൻ്റെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഫ്രണ്ട് കണ്ടല്ലോ, ഫ്രണ്ട് നമ്മുടെ ചെറിയ കുട്ടികളുടെ സൈക്കിൾ പോലത്തെ സൈക്കിളാണ്. സെറ്റാണ് സംഭവം. ആർക്കൂടി പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ നമ്മുടെ കണ്ണേട്ട മുതലാളി വന്നിട്ടുണ്ട്. എന്താണ് ഇത്? കണ്ണേട്ട മുതലാളിയാണ് നമ്മുടെ സ്വന്തം. നമ്മുടെ പ്രസാദേട്ടനാണ്. ഇവർ രണ്ടുപേരും കൂടി ഇപ്പോൾ സാധനം മേടിക്കാൻ വന്നാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ എന്താ പറയാമെന്ന് ചോദിച്ചാൽ നമ്മുടെ സൈക്കിൾ ചേട്ടായി, സൈക്കിളല്ല ഈ സ്കൂട്ടർ ആൾ പോകുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായി ഓക്കെ ബൈ, നാളെ കാണാം. ആൾ പോകുന്നു കേട്ടോ. കേട്ടോ ഓക്കെ ഓക്കെ.
അപ്പോൾ ആള് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സംഭവം സെറ്റ്.